കലയ്ക്ക് കറുപ്പ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള ഒരു അർഹതയില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് എപ്പോഴും അടിപൊളിയല്ലേ. വർണ്ണം വിവേചനം ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് കല. അത് ആസ്വദിക്കുക. വെളുപ്പെന്നോ അങ്ങനെയൊന്നുമില്ല. കലയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അതല്ലേ പറയുന്ന മേഡം എന്ന് പറയുന്ന അവരും ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ നടനായിരുന്ന കലാഭവൻ മണിയുടെ സഹോദരനും നൃത്ത അധ്യാപകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ അങ്ങേയറ്റം അധിക്ഷേപകരവും വംശീയവുമായിട്ടുള്ള പരാമർശമാണ് കലാമണ്ഡലം സത്യഭാമ നടത്തിയിട്ടുള്ളത്. ഇതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം നമുക്ക് തേടാം. കലയ്ക്ക് കറുപ്പ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാളെ കഴിവ് അത് പ്രോത്സാഹിപ്പിക്കാനല്ലേ കല. അതിൽ കളർ നോക്കി അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന് നല്ലത് കഴിവ് പ്രോത്സാഹിപ്പിച്ച് അയാൾ ഒരു വലിയ ആളാവാൻ വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കാൻ. അപ്പൊ ഈ സത്യഭാമ പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് അത് തെറ്റാണ്. അങ്ങനെ കളറിന്റെ അതിൽ ഒരാളെ കല അതാക്കേണ്ട ആവശ്യമില്ല. കലയ്ക്ക് കറുപ്പിന് പ്രശ്നമായിട്ട് തോന്നില്ല. പിന്നെ അവര് പറഞ്ഞോട്ട് ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. കറുപ്പ് വെളുപ്പെന്ന വിവേചനത്തോടെ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒട്ടും ശരിയല്ല. കലയെന്നുള്ളത് കലയുടെ രീതി തന്നെ എടുക്കണം. അപ്പം ഈ വിവരമുള്ളവര് അതനുസരിച്ച് ചെയ്യാതെ ഇങ്ങനെ ഈ രണ്ട് രീതിയിലൊക്കെ ചെയ്യുന്നവര് കറുപ്പ് വെളുപ്പ് എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും അത് കണ്ട് വളരുന്ന തലമുറയും വിദ്യാർത്ഥികളും എല്ലാം അതായത് ഫോളോ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ കലയ്ക്ക് കറുപ്പ് വെളുപ്പ് അങ്ങനൊന്നുമില്ല. വർണ്ണം വിവേചനം ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് കല. അത് ആസ്വദിക്കുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യലോ അത് ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു. അതായത് കലാകാരന്മാർക്ക് പൊതുവെ നിറം വേണം. അവരുടെ കലയിൽ അവരുടെ കഴിവല്ലേ കാണിക്കേണ്ടത്, അല്ലേ? അതല്ലേ വേണ്ടത്. പക്ഷെ അത് അധിക്ഷേപിച്ചത് വളരെ മോശമായി പോയെന്നും അവർക്ക് ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള ഒരു അർഹതയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്തും പറയാനുള്ളത്. അത് ശരിയല്ലല്ലോ. കലാകാരന്മാരെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിടുക, അവരുടെ കഴിവുകൾ അവർ തെളിയിക്കേണ്ട, ജനങ്ങൾ ഇഷ്ടപ്പെട്ടെ. അവർക്ക് നിറം പറയുന്ന ആരെങ്കിലും പറയുന്നില്ല. മണിച്ചേട്ടൻ എന്ത് നിറം ഉണ്ടായിരുന്നത്? പക്ഷേ മണിച്ചേട്ടൻ മുത്തായിരുന്നു, അല്ലേ? മലയാള സമൂഹം മൊത്തം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരനായിരുന്നു, ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ അടുത്ത് ചാലക്കുടി വരുമ്പോൾ ഒരു സ്റ്റാൻഡിൻ്റെ പേര് തന്നെ മണിച്ചേട്ടൻ്റെ പേരിട്ടിരിക്കുന്നത്, മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ്. കളറ് വെച്ചിട്ട് ആരെയും താരതമ്യം ചെയ്യുന്നില്ല. കാരണം എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഓരോ വലിയ വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം കറുപ്പായിരിക്കും. അപ്പം ഓരോരുത്തർ ചെല്ലുമ്പോഴും അതിൻ്റെതായ കളർ വെച്ചിട്ട് ആരെയും താരതമ്യം ചെയ്യലുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് എല്ലാവരും അത് മനസ്സിലാക്കണം. കളർ വെച്ച് ആരെയും വിലയിരുത്തരുത്. അതിന്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് നമ്മൾ കളർ ഇട്ടേക്ക്, ബ്ലാക്ക് ഇട്ടേക്ക്. അങ്ങനല്ല, ബ്ലാക്ക് എപ്പോഴും അടിപൊളിയല്ലേ, ആർക്കിട്ടാലും ചേരുന്ന ഒരു കളറാണ്. അപ്പം ആ ബ്ലാക്ക് കളർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും പിന്നോക്കക്കാരായിട്ട് കാണാം. കറുപ്പിനോട് ഇഷ്ടം തന്നെ. കറുപ്പിനെയും വെളുപ്പിനെയും ഒന്നും വേർതിരിച്ച് കാണുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമാണ്. ഞാനത് വിയോജിക്കുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പ്രത്യേകിച്ച് സാംസ്കാരിക ലോകം തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് മുന്നോട്ട് വരണം. ഇങ്ങനെയുള്ള വംശീയാധിക്ഷേപങ്ങൾ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ലാത്ത കാര്യം. തീർച്ചയായും അപക്വമായ ഒരു നടപടിയായി. അതുപോലെ അവരുടെ കൂട്ട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അങ്ങനെ പ്രതികരിക്കാനോ അങ്ങനെ മനസ്സിൽ പോലും അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നടക്കാനോ പാടില്ലാത്ത, സമൂഹത്തിന് മാതൃകയാകേണ്ട ആൾക്കാരല്ല. ജാതി വിവേചനവും വർണ്ണവിവേചനവും കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ നാട് വിട്ടു പോയത് കാര്യങ്ങളാണ്. കലയിൽ നമ്മൾ നിറങ്ങളും ചായങ്ങളും ചാലിക്കുന്നത് ഒരു പുരോഗമന ചിന്താഗതിയിലൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പുരോഗമന ചിന്തയുള്ള ഒരു സമൂഹത്തിന് നല്ലതല്ല. എന്ന് പറഞ്ഞാൽ വർണ്ണവിവേചനം ഒക്കെ നമ്മൾ ആ കാലം കഴിഞ്ഞിരിക്കുന്നു. വർണ്ണവിവേചനത്തിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പുതിയ തലമുറ ശരിക്കും കലയുടെ പേരിലും മറ്റെന്തിൻ്റെ പേരിലായാലും നമ്മുടെ തൊലിയുടെ കളർ വെച്ചിട്ട് മാറ്റി നിർത്തപ്പെടുന്നത് ഒരിക്കലും നല്ലൊരു ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരം ഉള്ളൊരു സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് പാടില്ലാത്തതാണ്. നമ്മളെല്ലാവരും കറുപ്പാണല്ലോ. അത് പാടില്ലാത്ത ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതല്ല, പറയാൻ പാടില്ല. പാടില്ല, മൊത്തത്തിൽ അത് പറയാൻ പാടില്ല. ഇന്നലെ വാർത്ത ന്യൂസിലൊക്കെ കേട്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാര്യം വെച്ചാൽ കറുപ്പ് നമുക്ക് ദൈവം തരുന്നല്ലേ. അപ്പം അത് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. കാര്യം അത് അവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. കറുപ്പെന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കറുപ്പിന് 7 അഴകെന്നാണ്. അങ്ങനെ കറുത്ത ആൾക്ക് അങ്ങനെ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്നൊരു നിഘണ്ടുവിലും പറഞ്ഞിട്ടുമില്ല. പിന്നെ അവരെന്താ അത് പറഞ്ഞതെന്ന് നമുക്ക് അറിയത്തില്ല.
എന്തായാലും പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചൊരു വർത്തമാനമല്ല അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് അനുയോജ്യമായ ഒരു രീതിയല്ല. അവർ പറഞ്ഞത് വളരെ മോശമായ ഒരു സംഭവമാണ്. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യവർഗമുള്ളൂ, അതുകൊണ്ട് കറുപ്പ് വെളുപ്പൊന്നുമില്ല. എത്രയോ കറുത്ത മഹാന്മാർ ജീവിച്ചിരുന്ന നാട് നമ്മുടെ ഇന്ത്യയിലും പുറത്തായിട്ടാണെങ്കിലും ആഫ്രിക്കയിലും അങ്ങനെ രാജ്യങ്ങളിലൊക്കെ എത്രയോ മഹാന്മാർ ജീവിച്ചിരുന്നല്ലേ. അതെ. അവരെ കറുത്താക്കാറില്ലേ, പക്ഷെ അവർ നമ്മൾ അംഗീകരിക്കണല്ലേ. അതാണ് അപ്പൊ അവര് പറഞ്ഞത്. അവർക്കുടെ ആ ഒരു ഇതാണ് ഞാൻ പറയണത്, വർണ്ണം അവരുടെ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. കറുപ്പും വെളുപ്പും അത് ആളിനെ മാനക്കേടാക്കുന്നത് ന്യായമല്ല. അത് പറഞ്ഞത് തീർത്തും തെറ്റായിപ്പോയി. തെറ്റുന്നത് ഒരു കരയ്ക്കുള്ള കലയുടെ കൂടെയുള്ള അങ്ങനെയല്ല. കലയെ സ്നേഹിക്കുന്നവരത്ര കറുപ്പിനും വെളുപ്പിനും അല്ലല്ലോ അഴക്, മനുഷ്യന്റെ കഴിവിന്. കറുപ്പെന്നോ വെളുപ്പെന്നോ അങ്ങനെയൊന്നുമില്ല. കലയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു, അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അതിപ്പം കറുത്ത നിറമായതുകൊണ്ട് അയാളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെ. അപ്പം അതിനെതിരെ നിയമപരമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്, ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ്. അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കുക. അത് ആണുങ്ങളെ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ഒരു നല്ല സംസാരമല്ല സംസാരിച്ചത്. അത്ര പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്ന ഒരു വർത്തമാനമല്ല അവർ അല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും അതെ പറഞ്ഞത് ശരിയായില്ലെന്നാണ് ഞാനും പറയുന്നത്. അങ്ങനെ ഒരു രീതിയിലും ആരെയും അങ്ങനെ നമ്മൾ ആക്ഷേപിച്ചുകൂടല്ലോ. അപ്പോൾ അതവർ പറഞ്ഞത് ഒട്ടും ശരിയല്ല, ഒരു നടപടിയല്ല. എല്ലാവർക്കും ഇവിടെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. ഒരാളൊരു ഇത് ചെയ്യുന്ന കളറിനെ പറ്റി പറയുന്ന മോശമല്ല. ഞാനും കറുപ്പ് തന്നെ, അപ്പം പിന്നെ എന്നെ വേറെ പറയുന്നത് അതിപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളതിലുള്ള ഒരിതാണ്. അതിനെപ്പറ്റി ആരും ഒന്നും പറയാൻ ആർക്കും ഒരു അവകാശം. അവർ പറഞ്ഞ ഒട്ടും ശരിയായില്ല. നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഓരോ കലാരൂപം നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞ വളരെ മോശമാണ്. എന്താ പറയുക? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെങ്ങനെ അധിക്ഷേപിക്കുന്നത്, അത് ഇത്രയും നല്ലൊരു കലാകാരനെ അധിക്ഷേപിക്കുന്നത് നമുക്ക് ഒട്ടും പറ്റത്തില്ല. അതല്ലേ പറയുന്ന മേഡം എന്ന് പറയുന്ന അവരും ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ ഒരുപാട് മേക്കപ്പ് ഇടുന്നവരെയും അവരിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, കറുപ്പിനെ വെളുപ്പാക്കാൻ വേണ്ടി മേക്കപ്പ് ഇടുന്നു, അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നു. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ലോകത്ത് എത്ര നാൾ സമൂഹം അവരൊക്കെ നല്ലൊരു മാന്യത കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അവർ ലോകത്തിലെ ഏറ്റവും വിവരം കെട്ട ഒരു സ്ത്രീ ആയിട്ട് നമുക്ക് ഇതിനെ തോന്നുന്നത്. കാരണം കറുത്തതും വെളുത്തതെന്നതല്ലല്ലോ, ഒരു മനുഷ്യൻ്റെ കഴിവിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിനകത്ത് നമുക്ക് വളരെയേറെ അവരോട് നമുക്ക് പ്രതിഷേധമുണ്ട്.